പുതിയ വീട് നിർമ്മിക്കാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അത് ഏറ്റവും കുറഞ്ഞ രീതിയിലാവാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ കുറഞ്ഞ ചിലവിൽ എന്നാൽ വളരെ വ്യത്യസ്തമായി നിർമ്മിച്ച 2 വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ അധ്യായത്തിൽ. സ്വാഗതം മാസ്റ്റർ ക്രാഫ്റ്റ് സീസൺ 2ലേക്ക്. പരിചയപ്പെടാൻ പോകുന്ന പതിപ്പള്ളിൽ എന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ അഞ്ചുരുളിയിലാണ്. ഈ വീടിൻ്റെ ഉടമസ്ഥനായ ബിനോയ് മാത്യു തന്നെയാണ് ഇതിൻ്റെ ഡിസൈനറും. ബെസ്റ്റ് യൂട്ടിലിറ്റി ഹോം എന്ന കാറ്റഗറിയിലാണ് ഈ വീട് മത്സരിക്കുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്കുള്ളത്. ശരിക്കും കുറേ അധികം ഇരുമ്പ് പൈപ്പുകളുടെ മുകളിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ചെങ്കുത്തായ മലയുടെ മുകളിലാണ് ഈ വീട് ഒരുക്കിയിരിക്കുന്നത്. സാധാരണ മലയുടെ മുകളിലൊക്കെ ഒരു വീട് ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ നിർമ്മിക്കുക എന്ന് പറയുകയാണെങ്കിൽ മണ്ണൊക്കെ ഇടിച്ച് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്. പ്രകൃതിയെ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യാതെയാണ് ഈ വീട് ഒരുക്കിയിരിക്കുന്നത്. സോ ഈ വീടിനുള്ളിൽ എന്താണെന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയില്ല. സോ നമുക്ക് കണ്ടു നോക്കാം എന്താണ് വീടിനുള്ളിലെന്ന്. ഹൗസിൽ നിൽക്കുന്ന അതേ ഫീലാണ് നമുക്ക് ഈ വീടിനുള്ളിൽ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. ശരിക്കും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കുകയാണെങ്കിലും ട്രീ ഹൗസിൽ നിന്ന് എങ്ങനെയാണോ നമ്മൾ കാഴ്ചകൾ കാണുന്നത് അതേ ഒരു ലെവലിൽ തന്നെയാണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ വീടിൻ്റെ ഒരു ലെവലിൽ തന്നെ മരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആകാംക്ഷയാണ് ഈ വീട് എങ്ങനെയായിരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഈ വീടിൻ്റെ ഉള്ളിൽ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ. ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സാധാ നോർമലി ഒരു വീട്ടിൽ എന്തൊക്കെയാണോ ഉണ്ടാവുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വീട്ടിലുള്ളത്. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ലിവിങ് റൂമാണ്. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, അതേപോലെ ഒരു വാഷ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. സാധാ എന്തൊക്കെയാണോ ഒരു നോർമൽ വീട്ടിൽ കാണുന്നത് അതൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത്. ഈ ഒരു വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കാര്യം അല്ല അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സീലിംഗ് ആണ്. ഇവിടെ എവിടെ നോക്കിയാലും നമുക്കൊരു ഫാനോ ഒരു AC ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നട്ടുച്ച സമയത്ത് പോലും ഈ ഒരു വീട് ഇങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന കാരണം നല്ല കാറ്റാണ് ഇതിനുള്ളിൽ കിട്ടുന്നത്. ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഇവിടെ റോഡിൽ നിന്ന് കുറച്ച് മാറിയും നമ്മുടെ വാഹനങ്ങൾ ചെല്ലാനുള്ള സൗകര്യങ്ങളും ഇല്ലായിരുന്നു. വീടും ഇച്ചിരി മോശം അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് പുതിയൊരു വീട് നിർമ്മിക്കുന്നതിലേക്ക് ചിന്തിച്ചത്. റോഡിനോട് ചേർന്ന് ഭൂമിക്കും പ്രകൃതിക്കും ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ മണ്ണിടിച്ച് നിരത്താതെയും മരങ്ങൾ വെട്ടിക്കളയാതെയും ഉള്ള രീതിയിലായിരുന്നു ഉദ്ദേശിച്ചത്. പരമ്പരാഗത രീതികളായ സിമെൻറ്റ്, കോൺക്രീറ്റ്, തടി മുതലായ ഒഴിവാക്കി പുതിയ സാധനങ്ങൾ ഉപയോഗിച്ച് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇത്രയും ചെരിവുള്ള ഒരു സ്ഥലത്ത് നമ്മൾ മണ്ണിടിച്ച് നിരത്താതെയും മരം ഒക്കെ വെട്ടിമുറിച്ച് കളയാതെയും നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പറമ്പ് മൊത്തം കാണാം. പറമ്പിലെ നീക്കങ്ങളെല്ലാം അറിയാൻ പറ്റും. ധാരാളം ശുദ്ധവായു കിട്ടും. എപ്പോഴും തണുത്ത കാറ്റുണ്ട്.
ഈ വീടിൻ്റെ നിർമ്മിച്ചിരിക്കുന്ന പ്രത്യേകത കൊണ്ട് ധാരാളം ആൾക്കാർ കാണാനായിട്ട് വരാറുണ്ട്. എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്ന ഫർണിച്ചറുകളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഡൈനിങ് ടേബിൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. വെയിറ്റ് കയറുന്നതിനെ പറ്റി നമ്മൾ അതിൻ്റെ സംശയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആ സ്ട്രക്ചറിലാണ്, അത്രയും വെയിറ്റ് കയറാവുന്ന സ്ട്രക്ചറിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് എഞ്ചിനീയർമാരുടെ അഭിപ്രായങ്ങളോ പ്ലാനോ ഒന്നുമില്ലായിരുന്നു. നമ്മുടെ സ്വന്തം ഐഡിയ വെച്ചാണ് ചെയ്തത്. ഇത് 60 ഡിഗ്രിക്കുള്ള ചെരിവുള്ളൊരു പ്രദേശത്താണ് നമ്മൾ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്തത് 4-4-8 എന്നുള്ള രീതിയിൽ കുഴിയെടുത്തു. 8 അടി വലിപ്പമുള്ള കുഴിയെടുത്ത് നമ്മളതിൻ്റെ അടിയിൽ ബെഡ് കൊടുത്ത് അതിൽ കോൺക്രീറ്റ് പൈപ്പ് ഇറക്കി അതിൻ്റെ ചുറ്റും കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് ലെവലാകുന്നിടം വരെ ചെയ്തു. അതിനുശേഷം തൂണ് മുകളിലേക്ക് ഉയർന്നു നിൽക്കുകയാണ്. അതിൻ്റെ മുകളിൽ ആ പരയുടെ തറ എന്നുള്ള രീതിയിൽ നമ്മൾ ക്രോസ് സി ചാനലുകൾ ആംഗ്ലറുകളൊക്കെ കൊടുത്ത് അത് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് മറൈൻ പ്ലൈവുഡ് ചെയ്തു. അപ്പോൾ പരയുടെ തറയായി. പിന്നെ അതിൽ നിന്ന് ഏകദേശം 12 അടി ഉയരത്തിൽ റൂഫിനുള്ള ഇത് ചെയ്തു. റൂഫെല്ലാം GI പൈപ്പ് സ്ക്വയർ പൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ റൂഫ് ചെയ്തു. റൂഫിന് ശേഷം സൈഡ് ACP എന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് മറച്ചു. റൂഫ് ചെയ്തിരിക്കുന്നത് GI ഷീറ്റ് കൊണ്ടാണ്, അലൂസിംഗ് ഷീറ്റാണ് ചെയ്തിരിക്കുന്നത്. സൈഡ് ACP എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് സൈഡ് മറച്ചിരിക്കുന്നു. പാർട്ടീഷനും ചെയ്തിരിക്കുന്നത്. ജനലൊക്കെ സ്ലൈഡിങ് ഗ്ലാസ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡോറ് അകത്തെ ഡോറെല്ലാം PVC ഡോറുകളാണ്. ഫ്രെയിമും ഡോറും PVCകളാണ്. കിച്ചണെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് അലുമിനിയം സാധനങ്ങൾ ഉപയോഗിച്ചാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. റൂഫ് പുറമെ PVC സീലിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൂമിൻ്റെ നമുക്ക് ചൂട് ഫീലിംഗ് ചെയ്യത്തില്ല. ACP ഒരുമാതിരി കട്ടിയുള്ള മെറ്റീരിയലാണ്. ഇത് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഓടി വന്ന കള്ളന് കയറാനോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല. ഫ്രണ്ട് ഡോറ് സ്റ്റീൽ ഡോറാണ് ചെയ്തിരിക്കുന്നത്. അകത്ത് താമസിക്കുന്നത് എപ്പോഴും നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ്. പുറത്തെ കാലാവസ്ഥയും അകത്തെ കാലാവസ്ഥയുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. പുറത്ത് ചൂടാണെങ്കിലും അകത്ത് ആ കാലാവസ്ഥ ആകണമെന്നില്ല. നമുക്കൊരു കംഫർട്ടബിളായിട്ടുള്ള കാലാവസ്ഥയാണ് അകത്തുള്ളത്. പിന്നെ ഇതിനെ നടക്കുമ്പോൾ ഒരു തട്ടുമ്പുറത്ത് നടക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാകാറുണ്ട് ഈ മറൈൻ പ്ലൈവുഡിൻ്റെ പുറത്ത് നടക്കുമ്പം. വേറെ നമുക്ക് അസൗകര്യങ്ങളൊന്നും ഇതുവരെ 1 വർഷമായി താമസിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. വളരെ സിമ്പിൾ ആൻഡ് കോമ്പാക്റ്റ് ആയിട്ടാണ് ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. ശരിക്കും ഈ ഒരു വീടിൻ്റെ സ്ട്രക്ചറൽ ഡിസൈനിന് അയൺ പൈപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വിസിബിൾ ആകുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് മാത്രമാണ്. നമ്മളീ വീടിന് 3 ബെഡ്റൂമാണ് ഉള്ളത്. 10 വലിപ്പമുള്ള റൂമുകളാണ് 3എണ്ണവും. 2 ബെഡ്റൂമിന് പുറത്തേക്ക് ബാൽക്കണി ഉണ്ട്. ഈ ബാൽക്കണി കൊണ്ട് നമുക്ക് പുറത്തിറങ്ങിയിരിക്കാനും പറമ്പൊക്കെ കാണാനും രാത്രിക്ക് വേണമെങ്കിൽ ഇറങ്ങി നോക്കാനും ഒക്കെ നമുക്ക് ഉപയോഗപ്രദമാണ്. ഈ വീടിൻ്റെ ഏറ്റവും ലൈവായിട്ടുള്ളൊരു പോർഷനാണിത്, ഈ ഒരു ബാൽക്കണി. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് ധാരാളം മരങ്ങളും ഏലത്തോട്ടവും ഒക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല തണുത്ത കാറ്റാണ് നമുക്ക് ഇവിടുന്ന് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കിച്ചണേയും ബെഡ്റൂമിനും കണക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു ബാൽക്കണി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സോ കിച്ചണിൽ നിന്നും ബെഡ്റൂമിൽ നിന്നും ഒരു ആക്സസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താരതമ്യേന ഏറ്റവും ചെറിയൊരു പോർഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കിച്ചൺ തന്നെയാണ്. ഇതൊരു ചെറിയ പോർഷൻ ആണെങ്കിൽ കൂടി എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് ഈ കിച്ചൺ സജ്ജീകരിച്ചിരിക്കുന്നത്. ഗ്യാസ് സ്പേസ് ആണെങ്കിലും യൂട്ടിലിറ്റി ഏരിയ ആണെങ്കിലും ഷെൽസ് ആണെങ്കിലും കബോർഡ്സ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് 12x6 എന്ന അളവിലാണ്. ഗ്രാനൈറ്റ് നമ്മൾ കൊണ്ട് മേശ ടോപ്പ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ താഴെ അലമാരകൾ, മുകളിലും കബോർഡ്. നമ്മൾ അലുമിനിയം ഫ്രെയിമോ ഉപയോഗിച്ച് ഗ്ലാസ് കൊണ്ടാണ് മുകളിലത്തെ ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഒരു ഇലക്ട്രിക് ചിമ്മിനി നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ചിമ്മിനി നമ്മൾ തന്നെത്താൻ വേർന്നു പോയി കണ്ട് അതിൻ്റെ ഐഡിയ മനസ്സിലാക്കി നിർമ്മിക്കുകയാണ് ചെയ്തത്. ഇത് നമ്മുടെ ഇവിടെ വന്ന മിച്ചം വന്ന സാധനങ്ങളെ കൊണ്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് അകത്ത് നമ്മൾ ഒരു എക്സോസ്റ്റ് ഫാൻ പ്രത്യേകിച്ച് വാങ്ങിച്ച് വെച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് ചുരുങ്ങിയ ചിലവിൽ ഇതൊരെണ്ണം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. നമുക്ക് വളരെ പ്രയോജനപ്രദമാണ്. അടുക്കളയുടെ 2 സൈഡും ഗ്ലാസ്സാണ്. ഇതിന് ധാരാളം വെളിച്ചം കിടക്കുന്നതിനും കാറ്റ് കിടക്കുന്നതിനും ഇത് ഉപയോഗപ്രദമാണ്. പരിസ്ഥിതിക്ക് യാതൊരു കോട്ടമില്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്കിത് എപ്പോഴും വേണമെങ്കിലും റൂമിൻ്റെ ഷേപ്പ് മാറ്റുകയോ വലിപ്പം മാറ്റുകയോ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നമുക്കിതിന് മെയിൻ്റനൻസിൻ്റെ പ്രശ്നമില്ല. പെയിൻറ്റിങ് ഇതിന് ആവശ്യമില്ല. ഇതിൻ്റെ പെയിൻറ്റിങ് എവർലാസ്റ്റിങ് എന്നാണ് കമ്പനിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഈ മെറ്റീരിയൽസിൻ്റെ നമ്മൾ തൂർത്തും തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ വീട് ഫ്രഷാവും. ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും ചെറിയ സ്ഥലത്ത് നമുക്ക് കടങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ നമ്മുടെ കയ്യിൽ മിച്ചം വരുന്ന പൈസ കൊണ്ട് 1-2 ഘട്ടമായിട്ട് നമുക്ക് വീട് വെക്കാൻ സാധിക്കും. നമുക്ക് അകത്തുള്ള പരമാവധി മാക്സിമം സ്പേസ് നമുക്ക് കിട്ടും, ഭിത്തികൾ ഇല്ലാത്തതുകൊണ്ട്. ഇതിന് 630 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ വലിപ്പം. നമുക്ക് ഇതിന് ഏകദേശം 5 ലക്ഷം രൂപയോളം ഇതിന് ചിലവായി. അതാണ് ആ തുക നമുക്കിത് തീർക്കാൻ പറ്റി. വേറെ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. ചിലവ് ചുരുക്കിയുള്ള വീട് നിർമ്മാണം ദിനംതോറും വർദ്ധിച്ചു വരികയാണ്. പലതരത്തിലുള്ള ടെക്നോളജീസ് ഉപയോഗിച്ചാണ് ഇങ്ങനെ വീടുകൾ നിർമ്മിക്കുന്നത്. ഫെറോ സിമെന്റ് ഉപയോഗിച്ച് മറ്റുള്ള കൺസ്ട്രക്ഷനേക്കാൾ 30% ചിലവ് ചുരുക്കി നിർമ്മിച്ച ഒരു വീടാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാറിലാണ് വിലങ്ങുപാറയിൽ എന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും ഫെറോ സിമെന്റ് യൂസ് ചെയ്ത് നിർമ്മിച്ച ഈ വീട് മത്സരിക്കുന്നത് ബെസ്റ്റ് യൂട്ടിലിറ്റി ഹോം എന്ന കാറ്റഗറിയിലാണ്. ഇടുക്കി ജില്ലയിൽ തുടരെയുണ്ടായ ഭൂചലനങ്ങളാണ് ഇത്തരമൊരു നിർമ്മാണ പ്രക്രിയയെക്കുറിച്ച് ചിന്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രേരകമായത്. ഫെറോ എന്ന് പറഞ്ഞാൽ കമ്പിയും കൂടെ സിമൻറ്റും ചേരുന്നതാണ് ഫെറോ സിമൻറ്റ്. നവീന രീതിയിൽ ലളിതവും പരിസ്ഥിതി സൗഹാർദ്ദപരവും സാമ്പത്തിക ചിലവ് കുറയ്ക്കുന്നതുമായ ഒരു നിർമ്മാണ പ്രക്രിയയാണ് ഞങ്ങളിതിൽ ഉപയോഗിക്കുന്നത്. നിലവിലുള്ള മറ്റ് നിർമ്മാണ രീതികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 30% നിർമ്മാണ ചിലവ് ഫെറോ സിമെൻറ്റ് ഹൗസുകൾക്ക് കുറവാണ്. ഫെറോ സിമെൻറ്റ് ഭവനങ്ങളുടെ നിർമ്മാണ രീതിയിൽ ബേസ്മെൻറ്റ് 3 അടി ആഴത്തിൽ സ്തൂപാകൃതിയിൽ പില്ലറുകൾ ഉണ്ടാക്കി അവയെ തമ്മിൽ കേഡർ കൊണ്ട് പരസ്പരം ബന്ധിച്ച് ആണ് അതിൻ്റെ ബേസ്മെൻറ്റ് നിർമ്മിക്കുന്നത്. കല്ലോ മറ്റു വസ്തുക്കളോ ഇതിൽ ഉപയോഗിക്കാറില്ല. ഫെറോ സിമെൻറ്റ് ഭവനങ്ങൾ ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്നുവെന്ന് പറയുന്നത് ഇതിൻ്റെ നിർമ്മാണ രീതിയുടെ പ്രത്യേകത കൊണ്ടാണ്. ഇതിൽ 2 വിധത്തിലുള്ള കമ്പി വലകൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ കേഡറുകളും കമ്പികളും ഉണ്ട്.
ഇങ്ങനെ നിർമ്മിക്കുന്ന ഇത് ഭിത്തികൾ ഒരിക്കലും ഒന്നായിട്ട് അടന്നു വീഴുകയൊന്നുമില്ല. ഇത് വിണ്ട് കീറുകയുള്ളൂ. ഏത് തരത്തിലുള്ള ഷെയ്ക്ക് ഉണ്ടായാലും ഇത് വിണ്ട് കീറുകയുള്ളൂ. ഒന്നായിട്ട് മറിഞ്ഞു വീഴുകയൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത് ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്നുവെന്ന് പറയുന്നത്. വീട് പണിയെക്കുറിച്ച് ആലോചിച്ചപ്പം നിങ്ങൾ ഏറ്റവും ചിലവ് കുറഞ്ഞ വീടിനെക്കുറിച്ചാണ് ആദ്യം ചിന്തിച്ചത്. അതിൽ നമ്മുടെ ബഡ്ജറ്റിൽ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വീട് പണിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അതിൽ ചെന്നെത്തിയത് ശ്രീ ഷാജി ഓവേലിൽ പണിയുന്ന ഫെറോ സിമെൻറ്റ് കൊണ്ട് പണിയുന്ന വീടിനെക്കുറിച്ചാണ് ഞങ്ങൾ കൂടുതൽ ആലോചിച്ചത്. 1200 സ്ക്വയർ ഫീറ്റുള്ള വീട് 12 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തിൻ്റെ പണി തീർത്തു തരികയും അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 3 മാസം കൊണ്ട് പണി തീർത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതാണ് ഞങ്ങൾ ഏറ്റവും അതായിട്ട് കാണുന്നത്. ഒത്തിരി നാൾ പുറകെ നടക്കേണ്ടിട്ട് വന്നില്ല. അങ്ങനെ ഒരു മറ്റുള്ള വീട് പണിയൊക്കെ 30% വീട് പണി 30% പൈസ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്, എനിക്ക് അനുഭവപ്പെട്ടത്. വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ കയറി ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനോ ഷോക്കേസിങ്ങിനോ ഒന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പിന്നെ ഇതാണെങ്കിൽ ഒരു കണ്ടംപററി സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി ഹോം എന്നൊരു കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഉള്ളിൽ കടന്ന് വരുമ്പോൾ തന്നെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട്. അതിനോട് കണക്ട് ചെയ്തിട്ട് ഒരു ഡൈനിങ് സ്പേസ്, ബെഡ്റൂം, കിച്ചൺ. ഫെറോ സിമെൻറ്റ് ഭവനങ്ങളുടെ നിർമ്മാണത്തിൽ 30% ചിലവ് കുറവുണ്ട് എന്ന് പറയുന്നതിന് കാരണം ഈ നിർമ്മാണ രീതിയിൽ ഒരു സ്ക്വയർ ഫീറ്റിന് 1400 രൂപയെ എല്ലാം കൂടെ ഉൾപ്പെടെയുള്ള ചിലവ് വരുന്നുള്ളൂ. മറ്റുള്ള നിർമ്മാണ രീതിയിൽ അതിലും അധികമാണ്. അതുകൊണ്ടാണ് 30% ഇതിൻ്റെ റോ മെറ്റീരിയലുകൾ വളരെ കുറവ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ ചിലവ് കുറയുന്നത്. ഇതിനകത്ത് ആകെ ഉപയോഗിക്കുന്നത് ഇരുമ്പ് കമ്പിയും അതിൻ്റെ കൂടെ 2 വിധത്തിലുള്ള സ്റ്റീൽ വയറുകളും ഉൾപ്പെടെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. അതിനുശേഷം 4 ഇഞ്ച് കനത്തിൽ 2 വശത്തു നിന്നും സിമെൻറ്റ് മണലും ചേർത്ത മിശ്രിതം തേച്ച് പിടിപ്പിക്കുകയാണ്. ഇത് തേച്ച് പിടിപ്പിച്ച് ഫിനിഷായി വരുമ്പോൾ പിന്നീട് ഭിത്തി തേക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഒത്തിരി ചിലവുകൾ നിർമ്മാണത്തിൽ കുറവും വരുന്നുണ്ട്. നിലവിലുള്ള രീതിയിൽ മറ്റു വിധത്തിലുള്ള ഗൃഹനിർമ്മാണത്തിന് കൊടുക്കുന്ന 25 വർഷ ഗ്യാരണ്ടി ഈ നിർമ്മാണ രീതിക്കും ഞങ്ങൾ നൽകുന്നുണ്ട്. വ്യക്തമായ പ്ലാനിങ്ങുകളും മോഡേൺ ടെക്നോളജീസും ഉപയോഗിച്ച് വളരെ ചിലവ് ചുരുക്കി നിർമ്മിച്ച 2 വീടുകളാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ കണ്ടത്. പുതിയ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകരിക്കാൻ പറ്റിയ മാതൃക തന്നെയാണിത്. മാസ്റ്റർ ക്രാഫ്റ്റ് സീസൺ 2 ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.